കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, എന്റെ പേര് അക്ഷര. ഇന്ന് നമ്മൾ BA സൈക്കോളജിയുടെ BPCC 106 എന്ന ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്കഷനിലോട്ടേക്ക് പോവാം. നമ്മളുടെ ഈ ഒരു PYQ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു PYQ സീരീസ് തന്നെ നമ്മൾ എന്തിനാണ് തയ്യാറാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബറിൽ നമ്മൾ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ ഫേസ് ചെയ്യാനിരിക്കുകയാണ്. അതിനുവേണ്ടി നല്ല രീതിയിൽ സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എവിടെയാണ്, അതുപോലെ സിലബസ് എങ്ങനെ മാപ്പ് ചെയ്യാം, എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ ലെവലിനെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ദിശയിലോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PYQ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു PYQ നമ്മളുടെ ഈ ഒരു പേപ്പർ 106 ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടിന്റെ ഈ ഒരു PYQ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരാം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, ആ ചോദ്യങ്ങൾ പോലെ നമുക്ക് എന്തൊക്കെ രീതിയിൽ പ്രഡിക്ഷൻസ് നടത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു PYQ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റീവ് അപ്രോച്ച് ആയിട്ടാണ് നമുക്ക് ഈ ഒരു രീതി നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഇഗ്നോ സിലബസും അതുപോലെ തന്നെ എക്സാം ഡിമാൻഡ്സും തമ്മിലൊന്ന് ബ്രിഡ്ജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ പ്രീവിയസ് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ സിലബസിനെയും അതുപോലെ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെയൊക്കെ മാപ്പ് ചെയ്ത് നമ്മളുടെ സ്റ്റഡി അപ്രോച്ച് കുറച്ചും കൂടെ എന്താ പറയാ അനലൈറ്റിക്കൽ രീതിയിലോട്ടേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോള്. സോ ദാറ്റ് നല്ല രീതിയിലുള്ള സ്കോർ നമുക്ക് കിട്ടുകയും അതുപോലെ തന്നെ നമ്മളുടെ എക്സാമിലോട്ടേക്കുള്ള ആ ഒരു ടെൻഷനും പേടിയും ഒക്കെ ഒന്ന് മാറ്റാനും പിന്നെ നമ്മളുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു എക്സാമിലോട്ടേക്ക് നമുക്ക് നയിക്കാനുള്ള എല്ലാ ഫാക്ടേഴ്സും ക്ലിയർ ചെയ്ത് തരിക, എല്ലാ തടസ്സങ്ങളും ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളതാണ് ഈ ഒരു PYQവിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ. ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരും, നമ്മളുടെ ഈ ഒരു പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരും. അതിനുശേഷം സിലബസ് മാപ്പിംഗ് ആയിരിക്കും, ബ്ലോക്ക്, യൂണിറ്റ്, അതുപോലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നമ്മളുടെ സിലബസിലുള്ള റിലവൻസും കാര്യങ്ങളിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസും നമ്മൾ നടത്തും. ഓൾസോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കൊന്നും എത്ര രീതിയിൽ ഫ്രീക്വൻസിയിൽ വന്നിട്ടുണ്ട്, എത്ര പ്രീവിയസ് ഇയർ എക്സാംസിലാണ് സെയിം ടോപ്പിക്സുകൾ റിപ്പീറ്റ് ആയിട്ടുള്ളത്, കോർ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് അതിലെന്നൊക്കെ ഉള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ടോപ്പിക് പ്രോബബിലിറ്റി, അതുപോലെ നമ്മളൊരു പ്രഡിക്ഷൻ അനാലിസിസും ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യുന്നത് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മളുടെ ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷനിൽ വരാൻ ഇരിക്കുന്ന ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഒരു ഇവാലുവേഷൻ എന്നുള്ള രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഒരു സിലബസ് മാപ്പിങ്ങും അതുപോലെ നമ്മൾ ഇവിടെയുള്ള എല്ലാ സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻസും ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതലും സിലബസ് നമ്മളുടെ ഓറിയന്റഡ് ആയിട്ടുള്ള കീ ടോപ്പിക്സുകളായിട്ടുള്ള നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ്, സൈക്കോ അനാലിസിസം, ബിഹേവിയറിസം, ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ സൈക്കോളജി, കറന്റ് ഡിബേറ്റ്സ് ഇൻ മോഡേൺ സൈക്കോളജി പോലുള്ള ടോപ്പിക്സുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ തന്നെ. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ്, അതുപോലെയൊക്കെ നമ്മളുടെ ഏറ്റവും രീതിയിൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രൈമറി ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഈ ഒരു ഇമ്പോർട്ടൻസ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ, റിഫൈൻഡ് പ്രിപ്പറേഷൻസ് നിങ്ങളിൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടോപ്പിക്സുകളെ, അതായത് കൂടുതലും റെക്കറന്റ് ആയിട്ട് ചോദിച്ച ടോപ്പിക്സുകളെ ഹൈലൈറ്റ് ചെയ്ത് സ്പോട്ട്ലൈറ്റ് ചെയ്ത്
നല്ലോണം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ആ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എക്സാമിനെ ഫേസ് ചെയ്യാനും നമ്മളുടെ നല്ല ഒരു സ്കോറിംഗിലോട്ടേക്ക് നമ്മളെ സ്റ്റുഡൻസിനെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു PYQയുടെ അൾട്ടിമേറ്റ് ഗോൾ. നമുക്കൊരു BPCC 106 പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പഠിച്ച് നമ്മൾ ഏകദേശം എക്സാമിന്റെ അടുത്തോളം എത്തി. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കലിന്റെ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, നോൺ വെസ്റ്റേൺ ആയിക്കോട്ടെ വെസ്റ്റേൺ ആയിക്കോട്ടെ, അതുപോലെ ഓരോ തിയറീസും കാര്യങ്ങളും, ഫെമിനിസം, പോസിറ്റീവ് സൈക്കോളജി, ഇതിന്റെയൊക്കെ ഒരു ടൈലന്റ് പോലുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇത്തരം പല മേഖലകളിലൂടെയാണ് ഈ ഒരു ഓരോ ബ്ലോക്കുകൾ നമ്മൾ പഠിച്ചു തീരുമ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് എക്സാം റിലവൻസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇനി പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം നോക്കാം. ഇവിടെ നമുക്ക് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം ചോദിച്ച അതിന്റെ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച ഓരോ ടോപ്പിക്സുകളെ പറ്റിയിട്ടാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കാം, ബിഹേവിയറിസം 12 പ്രാവശ്യം അത്രയും അപ്പിയറൻസ് ലെവൽ ആ ഒരു ടോപ്പിക്കിനുണ്ട്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ അടുത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി, അതുപോലെ നമ്മളുടെ നിയോ ഫ്ലൂയിഡിയൻസ്, പിന്നെ ചോദിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇഷ്യൂസ് ഇൻ സൈക്കോളജി, നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ്, മൈൻഡ് ബോഡി പ്രോബ്ലം, ജസ്റ്റാൾട്ട് സൈക്കോളജി, ഹ്യൂമനിസ്റ്റ് എക്സ്റ്റൻഷ്യൽ സൈക്കോളജി, കറന്റ് ട്രെൻഡ്സ് ഇൻ സൈക്കോളജി. അത് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഫങ്ഷണലിസവും കുറവാണ്. പിന്നെ നമുക്ക് നോക്കാം ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ടോപ്പിക്സുകളും നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഊന്നൽ കൊടുത്തിട്ട് പഠിക്കുക. അതായത് നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ കുറച്ച് ഷോർട്ട് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇതിനെ പറ്റിയിട്ട് ഉണ്ടാക്കി നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഒരു എക്സാം നോട്ടും ഈ ടോപ്പിക്സിന് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷ് നമുക്ക് ഒഴിവാക്കുകയും അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവലിന്റെ ഒരു ചാർട്ടായിട്ട് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആയിരുന്നു കാണിച്ചത്. ഇനി നമുക്ക് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നത്. ഇതാണ് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആയിട്ട് ഓരോ ബ്ലോക്കിന്റെ ഇമ്പോർട്ടൻസ് വിളിച്ചോതുന്നത്. ഇപ്പൊ ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ൽ യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് 8 പ്രാവശ്യമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഹൈ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 1ൽ തന്നെ യൂണിറ്റ് 2ല് കോൺട്രിബ്യൂഷൻ ടു ഏർലി മോഡേൺ സൈക്കോളജി 5 പ്രാവശ്യമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ മീഡിയം ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു ടോപ്പിക്കിനുള്ളത്. പിന്നെ ബ്ലോക്ക് 1ൽ തന്നെ യൂണിറ്റ് 3 നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി 10 പ്രാവശ്യമാണ് ചോദിച്ചത്. നമ്മൾ ആദ്യത്തെ ഒരു ടോപ്പിക്കിനേക്കാൾ കൂടുതൽ ടൈം തന്നെ ചോദിച്ച ഒരു ടോപ്പിക്കാണ്. സോ ദാറ്റ് ഹൈ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന് കൊടുക്കണം. ഇനി ബ്ലോക്ക് 2ലേക്ക് കടക്കുവാണെങ്കിൽ യൂണിറ്റ് 4ല് അസോസിയേഷനിസം എന്നുള്ള ഒരു ടോപ്പിക്കും അത് 7 പ്രാവശ്യമാണ് ചോദിച്ചത്. മീഡിയം ഇമ്പോർട്ടൻസ് ആണ്, ബട്ട് സ്റ്റിൽ നമ്മൾ അവെയർ ആയിരിക്കണം, ആ ഒരു ടോപ്പിക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ യൂണിറ്റ് 5ലോട്ടേക്ക് പോവുകയാണെങ്കിൽ സ്ട്രക്ചറലിസം 6 പ്രാവശ്യമാണ് ചോദിച്ചത്. മീഡിയം ഇമ്പോർട്ടൻസ് ആണ്. യൂണിറ്റ് 6ലേക്ക് പോവുകയാണെങ്കിൽ ഫങ്ഷണലിസം 4 പ്രാവശ്യമാണ് ചോദിച്ചത്. സോ ദാറ്റ് അതിന് ഒരു ലോ പ്രോബബിലിറ്റി മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ സൈക്കോ അനാലിസിസ് ആണ്, അത് ഏറ്റവും ഹൈ ആയിട്ട് ഫ്രീക്വന്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ സ്ട്രെസ് ഔട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കും. പിന്നെ യൂണിറ്റ് 8ല് നിയോ ഫ്ലൂയിഡിയൻസിന്റെ ഒരു ടോപ്പിക്കും നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ബ്ലോക്ക് 3ലോട്ടേക്ക് വരുവാണെങ്കിൽ യൂണിറ്റ് 9ല് ബിഹേവിയറിസം ഏറ്റവും ഹയസ്റ്റ്, അതായത് നമുക്ക് ഈ ഒരു എൻറ്റയർ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ് ബിഹേവിയറിസം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആണ്, നമ്മളുടെ ഒരു ടോപ്പിക്കാണ് ബിഹേവിയറിസം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. ഓക്കെ, ഇനി നമ്മൾ ബ്ലോക്ക് 4ലോട്ടേക്ക് പോവുകയാണെങ്കിൽ യൂണിറ്റ് 10ല് ജസ്റ്റാൾട്ട് സൈക്കോളജി, അതുപോലെ തന്നെ യൂണിറ്റ് 11ല് ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ സൈക്കോളജി ആൻഡ് കറന്റ് ട്രെൻഡ്സ് ഇൻ സൈക്കോളജി. ഈ 3 ടോപ്പിക്കുകളും മീഡിയം ഇമ്പോർട്ടൻസ് ആണ് തന്നിരിക്കുന്നത്. അതായത് റെക്കറന്റ് ആയിട്ട് ചോദിക്കുന്നതായിട്ട് കാണാറില്ല, ബട്ട് സ്റ്റിൽ 6 പ്രാവശ്യം 7 പ്രാവശ്യം ഒക്കെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ബിഹേവിയറിസം അതുപോലെ നേരത്തെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത ഏരിയാസ് നല്ല രീതിയിൽ തറോ ആക്കിയിട്ട് പഠിക്കാം. ഇനി യൂണിറ്റ് 13ല് ഇഷ്യൂസ് ഇൻ സൈക്കോളജി ബ്ലോക്ക് 5ല് ഉള്ള ഒരു ടോപ്പിക്കാണ്. അത് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്.
ബ്ലോക്ക് 5 യൂണിറ്റ് 14 നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ യൂണിറ്റ് 15 വരുവാണെങ്കിൽ മൈൻഡ് ബോഡി പ്രോബ്ലം 6 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ അത് നമ്മൾ അങ്ങനെ നെഗ്ലിജിബിൾ ആയിട്ട് കളയേണ്ട ഒരു ടോപ്പിക് അല്ല. സിലബസ് മാപ്പിംഗ് കഴിഞ്ഞു. ഇനി സിലബസ് മാപ്പിംഗിൽ നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ട് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ പാസ്റ്റ് എക്സാംസിൽ എത്രത്തോളം റിലവൻസ് ഉണ്ട്, നമ്മളുടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കീ ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഒരു സമ്മറിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ഓവർവ്യൂ ടേബിൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടേബിളിന്റെ ചാർട്ടിന്റെ ഒക്കെ ഒരു ഓവർവ്യൂ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ടേബിൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഏറ്റവും ഹൈ ഇമ്പോർട്ടന്റ് ഏരിയാസ് ടോപ്പിക്സ് ലൈക്ക് നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി 10 പ്രാവശ്യം, അതുപോലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ബിഹേവിയർസ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മീഡിയം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സ്ട്രക്ചറലിസം, ജസ്റ്റാൾട്ട് സൈക്കോളജി 7 പ്രാവശ്യമാണ്. ലോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ ലോ ഫ്രീക്വൻസിയിലാണ് ചോദിച്ചിരിക്കുന്നത്, അത് 5ൽ താഴെ ചോദിച്ച ടോപ്പിക്സുകളായിരിക്കും. പിന്നെ ആ ഒരു ബാർ ചാർട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബാർ ചാർട്ടിൽ ഏറ്റവും കൂടുതൽ ബിഹേവിയർസും നോൺ വെസ്റ്റേൺ ട്രഡീഷൻസും ചോദിച്ച ഏറ്റവും ഡോമിനന്റ് ഏരിയ ആണ്. അത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഭയങ്കര വിരളമായിട്ട് കണ്ടിട്ടുള്ളൂ. സോ ദാറ്റ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇനി ആ ഒരു പൈ ചാർട്ടിൽ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച രീതികളൊക്കെ വെച്ചിട്ടാണ് ആ ഒരു പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇനി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ പോകുന്നത്. ഇതൊരു നമ്മുടെ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. ഫ്രീക്വൻസി, എസ്സേസില, ഷോർട്ട് നോട്ട്, അതുപോലെ ക്രിട്ടിക്സ്, കേസ് സ്റ്റഡീസിലൊക്കെ എത്ര ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് കാണിച്ചത്. എസ്സേസ് ആണ് ഉള്ളത്, പിന്നെ ഷോർട്ട് നോട്ട്സ്, ക്രിട്ടിക്സ്, കേസ് സ്റ്റഡീസ് ഒക്കെയാണ് ഉള്ളത്. ഇതിൽ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1ന്റെ ഒരു പെർസെന്റേജ് 30% ആണ് ഉള്ളത്. ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിനെ പറയാം. സെക്കൻഡ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3ൽ 24% ആണ്. പിന്നെ ബ്ലോക്ക് 2ലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, 20% ആണ്. പിന്നെ ബ്ലോക്ക് 4 16% ആൻഡ് ലെസർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് 5ലാണ് 10% ഉള്ളൂ. ഇനി നമുക്ക് എസ് എ ടൈപ്സിന്റെയും അതുപോലെ ആ ഒരു ഫോർമാറ്റ് ഫ്രീക്വൻസി ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്പിന്റെ ഫ്രീക്വൻസി എസ് എക്ക് 30 ഒരു ഫ്രീക്വൻസി ലെവലാണ് ചോദിച്ചിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. ഷോർട്ട് നോട്ടിന് 20, ക്രിട്ടിക്സിന് 10, കേസ് സ്റ്റഡീസിന് 5. ഇതാണ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡി നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ആവറേജ് മാർക്സ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1ന് 15 മാർക്കും, ബ്ലോക്ക് 2ന് 10 മാർക്കും, ബ്ലോക്ക് 3ക്ക് 12 മാർക്കും, ബ്ലോക്ക് 4ന് 8 മാർക്കും, ബ്ലോക്ക് 5ന് 5 മാർക്കുമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3 ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് മാർക്സ് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തറവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുന്ന 2 ബ്ലോക്കുകളാണ് ബ്ലോക്ക് 1 ആൻഡ് 3. ഇനി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത്. അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് ഒക്കെ അനുസരിച്ച് നമ്മൾ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കവറേജും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഇനി എസ് എ ഫോർമാറ്റിലൊക്കെ ചോദിച്ചതായിട്ട് അല്ലെങ്കിൽ പ്രീവിയസ്ലി ചോദിച്ചതായിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത കാര്യങ്ങൾ പറയാൻ പോകുന്നത്.
ഫസ്റ്റ് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് തന്നെ പോവാം. എക്സ് എ ക്വസ്റ്റ്യൻസ് 30 ടൈംസ് ആണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്കൊരു 2, 3, 4, 5 എസ്സേസ് ഒക്കെ കണ്ടതായിട്ടുണ്ട്. സോ 30 ടൈംസ് ആണുള്ളത്. ഡിസ്ക്രിപ്ഷൻസ്, അതിൽ റിക്വയർഡ് ഡീറ്റെയിൽഡ് ആൻഡ് ഓൾസോ സ്ട്രക്ചേർഡ് റെസ്പോൺസ് ഓൺ ബ്രോഡർ ടോപ്പിക്സ് ആണ്. അതായത് നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ഓരോ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് ആണ് ചോദിച്ചതെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ആ ഒരു സൈക്കോ അനാലിസിസിന്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു എസ്സേ ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് യൂഷ്വലി ഏറ്റവും ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ട് എസ്സേസിൽ ചോദിക്കുന്നത് ബിഹേവിയറിസം ചോദിക്കാറുണ്ട്, സൈക്കോ അനാലിസിസും അധികവും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് ഷോർട്ട് നോട്ട്സ് നോക്കുവാണെങ്കിൽ 20 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസൈസ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിന് കൊടുക്കേണ്ടത്. അതായത് നമ്മളെടുത്ത് ചോദിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ ഫീൽഡ് തിയറി ആണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു തിയറി എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി ആൻഡ് ഓൾസോ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഏറ്റവും കൺസൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഇത് ഷോർട്ട് നോട്ട് ആണ്, എസ്സേ അല്ല. ഇതിന്റെ ഒരു കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് ബ്ലോക്സിലോട്ടേക്ക് ഈ ഒരു ഷോർട്ട് നോട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ഇന്ന് ഒരു പർട്ടിക്കുലർ ടോപ്പിക് എസ്സേസിൽ പറഞ്ഞതുപോലെ പറയാൻ പറ്റില്ല. ഇനി ക്രിട്ടിക്സ് നോക്കുവാണെങ്കിൽ 10 പ്രാവശ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിട്ടിക്സിൽ കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുന്നത് ഇവാലുവേറ്റീവ് റെസ്പോൺസ് ആണ്. ഓരോ തിയറീസിന്റെ അല്ലെങ്കിൽ ഒരു മെത്തഡോളജി ഇട്ടത് ഒരു ക്രിറ്റിസിസം പോലെയാണ് നമ്മൾ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ക്രിറ്റിസിസം ഓഫ് ജസ്റ്റാൽ സൈക്കോളജി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇവാലുവേറ്റീവ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അത് ക്രിട്ടിക്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഇതിൽ എംഫസൈസ് ചെയ്യുന്ന എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കൽ ഡിബേറ്റ്സ് അതുപോലെ ക്രിട്ടിക്സിനെയാണ് ആ ഒരു യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അതായത് ബ്ലോക്ക് 5 പിന്നെ നമുക്ക് കേസ് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫ്രീക്വൻസി 5 ടൈംസ് ആണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. നമ്മളുടെ കേസ് സ്റ്റഡീസ് നമുക്കറിയാം, ഓൾറെഡി കേസ് സ്റ്റഡീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു അനാലിസിസിന്റെ ഒരു പ്രപ്പോസലിന്റെ ഒരു സൊല്യൂഷൻ പോലെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേസ് സ്റ്റഡീസിൽ ചോദിക്കാറ്. ഇതിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാർലി അല്ലെങ്കിൽ ബട്ട് ഇൻക്ലൂഡഡ് ഇൻ ടെസ്റ്റ് അപ്ലൈഡ് നോളജ് ഇൻ യൂണിറ്റ്സ് ആണ്. അതായത് കറന്റ് ട്രെൻഡ്സ് ഇൻ സൈക്കോളജി എന്നൊക്കെ പറയുന്ന ആ ഒരു മേഖലകളിൽ നിന്നൊക്കെയാണ് കേസ് സ്റ്റഡീസ് കൂടുതലായും ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇനി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ് നോക്കുവാണെങ്കിൽ ഫ്രീക്വന്റ് ബ്ലോക്സ് ബ്ലോക്ക് 1 ആണ് ആൻഡ് ബ്ലോക്ക് 3 നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ടോപ്പിക്സ് ലൈക്ക് നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ്, ഓൾസോ പിന്നെ നമ്മുടെ ബിഹേവിയറിസം. ഇനി ഷിഫ്റ്റ് ഇൻ ഫോക്കസ്, അതായത് റീസെന്റ് ട്രെൻഡ്സിനനുസരിച്ച് ഷിഫ്റ്റ് ഒരു ഫോക്കസ് കൊടുക്കേണ്ട അല്ലെ കുറച്ച് ടോപ്പിക്സുകളാണ്. റീസെന്റ് എക്സാംസ് ചോദിച്ചത് പോസിറ്റീവ് സൈക്കോളജി അതുപോലെ ഫെമിനിസവും ഒക്കെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ ബ്ലോക്ക് 1 കൂടുതൽ പെർസെന്റേജും ബ്ലോക്ക് 3 വെയിറ്റേജ് കുറവ് നമ്മുടെ ബ്ലോക്ക് 5 ഇനി മാർക്ക് അലോക്കേഷൻ നോക്കുവാണെങ്കിൽ സ്റ്റേബിൾ ആണ്. നമ്മൾ പറഞ്ഞ ഏറെക്കുറെ റിപ്പീറ്റഡ് ആണ്. സെയിം നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് വെയിറ്റേജ് അല്ലെങ്കിൽ ടോപ്പിക്കിന്റെ എത്രത്തോളം ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് 12 പ്രാവശ്യമൊക്കെ ചോദിച്ച ടോപ്പിക്സുകളുണ്ട്. സോ അത്തരം മാർക്ക് അലോക്കേഷൻസും ആ കാര്യങ്ങളും ഒരു സ്റ്റേബിൾ ഒരു ട്രെൻഡാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് വൈസ് ആയിട്ട് ചോദിച്ചതിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. സൈക്കോ അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ്, കറന്റ് ട്രെൻഡ്സ് ഇൻ സൈക്കോളജി, ജസ്റ്റാൽ സൈക്കോളജി, നിയോ ഫ്രൂഡിയൻസ്, കോൺട്രിബ്യൂഷൻ ടു ഏർലി മോഡേൺ സൈക്കോളജി. ഇതൊക്കെയാണ് റീസെന്റ് നമ്മളുടെ ഒരു എക്സാംസിൽ വന്ന അല്ലെങ്കിൽ ആസ്ക് ചെയ്ത ഒരു ചെറിയ മാറ്റങ്ങൾ തോന്നിയ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് ഇൻക്ലൂഡിങ് ദിസ് ആൾസോ ഇസ് ഇമ്പോർട്ടന്റ്. ഇനി മാർക്ക് അലോക്കേഷൻസിനാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടോപ്പിക്കുകളും കാര്യങ്ങളും ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റിൽ ആവറേജ് മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഡിസ്കസ് നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. 10 മാർക്കൊക്കെയാണ് ആവറേജ് മാർക്കൊക്കെ ആയിട്ട് കണ്ടിരിക്കുന്നത്. 5 പ്രാവശ്യം ഫ്രീക്വന്റ്ലി ചോദിച്ചതാണ്. ഇനി അടുത്ത ടോപ്പിക് കോൺട്രിബ്യൂഷൻ ടു ഏർലി മോഡേൺ സൈക്കോളജി ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ട്രേസ് ദ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് ദാറ്റ് ലീഡ് ടു മോഡേൺ സൈക്കോളജി എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മാർക്കാണ്. സൈക്കോ അനാലിസിസ് ആണ് അടുത്ത ടോപ്പിക്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിസിസ് ആണ്. 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് 12 ആണ്. പിന്നെ ഫ്രൂഡിയൻസിന്റെ ചോദിക്കുമ്പോൾ സമയത്ത് ഡിസ്കസ് ജങ്സ് കോൺസെപ്റ്റ് അതുപോലെ തന്നെ
നമ്മളുടെ ആർക്കി ടൈപ്സിന്റെ സിംഗ്രിസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അടുത്ത് ചോദിച്ചത്. പിന്നെ ജസ്റ്റ് സൈക്കോളജിയിൽ ചോദിച്ച ഒരു ടോപ്പിക്കുകൾ അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആ ജസ്റ്റ് സൈക്കോളജി ചോദിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലൂസിഡേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ടെസ്റ്റ് ഇൻ ലേണിംഗ് ആൻഡ് മെമ്മറി ആണ്. ആവറേജ് മാർക്സ് 10 ആണ്. പിന്നെ കറന്റ് ട്രെൻഡ്സ് ഇൻ സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഐഡിയാസ് കവേർഡ് ഇൻ പോസിറ്റീവ് സൈക്കോളജി 4 പ്രാവശ്യമാണ് ചോദിച്ചത്. മാർക്ക് അലോക്കേഷൻ പക്ഷെങ്കിൽ 6 മാർക്കൊക്കെ ആവറേജ് മാർക്സ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ആയിട്ടുള്ള ഒരു ബ്ലോക്ക് യൂണിറ്റ് അനാലിസിസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മളുടെ ഒരു പാറ്റേൺ, നമ്മുടെ എക്സാം പാറ്റേൺ നമുക്ക് ഏകദേശം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും. നമുക്ക് ഏറ്റവും കൂടുതൽ ടോപ്പിക്കുകൾ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്കുകൾ ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ വന്നിട്ടുണ്ടാവും. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റെക്കറന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കുന്നത്. ബ്ലോക്ക് 1 ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഡിസ്കസ് നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി 5 times, 10 മാർക്സ് ആണ് അലോക്കേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. യൂണിറ്റ് 2 ട്രേസ് ദ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് ദാറ്റ് ലെഡ് ടു മോഡേൺ സൈക്കോളജി ആണ്. ഫ്രീക്വൻസി 4 times ആണ്. മാർക്ക് അലോക്കേഷൻ 8 ആണ്. പിന്നെ ബ്ലോക്ക് 3 സൈക്കോഡൈനാമിക് അപ്രോച്ച്, അതിൽ യൂണിറ്റ് 6 ക്രിട്ടിക്കലി ഇവാലുവേറ്റ് സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിസിസ് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 12 മാർക്കാണ്. യൂണിറ്റ് 7 കാൾ യുങ്സ് കോൺസെപ്റ്റ് ഓഫ് ആർക്കിടൈപ്സ് ആൻഡ് സിംഗ്രോസിറ്റി, അപ്പൊ അത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് 8 മാർക്കിലൊക്കെയാണ് ചോദിച്ചതായിട്ട് കണ്ട്. ബ്ലോക്ക് 4 ജസ്റ്റാൾ സൈക്കോളജി, അവിടെ ഇലോസിഡേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ജസ്റ്റാലിയൻസ് ഇൻ ലേണിംഗ് ആൻഡ് മെമ്മറി, അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മാർക്ക് അലോക്കേഷൻ 10 ആണ്. പിന്നെ ബ്ലോക്ക് 5 ട്രെൻഡ്സ് ഇൻ മോഡേൺ സൈക്കോളജി ആണ്. അവിടെ യൂണിറ്റ് 12 ഡിസ്കസ് ദ മെയിൻ ഐഡിയാസ് കവേർഡ് ഇൻ പോസിറ്റീവ് സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യമാണ് ചോദിച്ചത്. മാർക്ക് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. ഈ വിഷ്വൽ നേരത്തെ കണ്ട ആ ഒരു വിഷ്വൽ പിന്നെ ഡയഗ്രത്തിന്റെയും ബാർ ചാർട്ടിന്റെയും ആ ഒരു ടേബുലർ സമ്മറിന്റെയും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇനി ഏറ്റവും ഹൈ ഫ്രീക്വൻസി ഏരിയാസ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3 കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിയോ ഫ്രൂഡിയൻസ് ട്രഡീഷൻസ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ്, നിയോ ഫ്രൂഡിയൻസും നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ്, ഇതൊക്കെ നല്ല രീതിയിൽ ഹൈ മാർക്സിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. പിന്നെ അതുപോലെ ഫോക്കസ് ചെയ്യേണ്ട ബ്ലോക്ക് 4 ജസ്റ്റാൾ സൈക്കോളജി ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അതുപോലെ സ്ട്രാറ്റജിക്കലി നമ്മള് മോഡേൺ സൈക്കോളജിയിലുള്ള ട്രെൻഡ്സിനെയും കുറച്ചുകൂടെ പോസിറ്റീവ് സൈക്കോളജി, ഫെമിനിസം പോലുള്ള ടോപ്പിക്കുകളും അധികമായിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടുള്ളത്. ടോപ്പിക് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു പിക്ചോറിക്കൽ വിഷ്വൽ ആയിട്ടുള്ള ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാഫാണ് ഇവിടെ. ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. യൂണിറ്റ് വൈസ്, ബ്ലോക്ക് വൈസ് ഏറ്റവും പ്രോബബിലിറ്റി കൂടിയ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഓരോ ടോപ്പിക്കിന്റെയും ജസ്റ്റിഫിക്കേഷൻസും നമ്മൾ എന്തുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രോബബിലിറ്റി, ഒരു പ്രഡിക്ഷൻ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഹൈ ഇമ്പോർട്ടന്റ് ഏരിയാസിൽ തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹൈ ഇമ്പോർട്ടന്റ് ഏരിയാസ് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. കാരണം റെക്കറന്റ് ആയിട്ട് സെയിം ടോപ്പിക് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷനിലും ആ ഒരു ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മളുടെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ളത്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് നമ്മൾ ആ ഒരു ലോ പ്രോബിലിറ്റി, ഹൈ പ്രോബിലിറ്റി ഏരിയാസ്, ഓക്കെ,
ഇവിടെ ഏർലി കോൺട്രിബ്യൂഷൻസ്, മോഡേൺ സൈക്കോളജി, ന്യൂ ഫ്രൂഡിയൻസ്, പിന്നെ അതുപോലെ ജസ്റ്റ് ഔട്ട് സൈക്കോളജി, കറന്റ് ട്രെൻഡ്സ് ഇൻ സൈക്കോളജി, ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയാസ് ആണ്. നേരത്തെ കണ്ട ആ ഒരു ബാർ ചാർട്ടിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റഡി പ്രയോറിറ്റി ഏരിയാസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ നമുക്ക് പറയാൻ ടോട്ടലി നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് PYQ അനാലിസിസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സമ്മറി പോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം ഹൈ പ്രോബബിലിറ്റി ഏരിയാസ് പോലെ, അതായത് സൈക്കോ അനാലിസിസ്, ജസ്റ്റാൾഡ് പോലുള്ള ഏരിയാസ് നല്ല രീതിയിൽ നമ്മൾ തറോ ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പോവാം. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആൻസർ ആണ് ഓരോ ടോപ്പിക്സിനും പ്രതീക്ഷിക്കുന്നത്. പിന്നെ സെക്കൻഡറി പ്രിപ്പറേഷൻസ് നോക്കുവാണെങ്കിൽ മീഡിയം പ്രോബിലിറ്റി ഏരിയാസ് ആയിട്ടുള്ള നിയോ ഫ്രൂഡിയൻസ്, അതുപോലെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എംഫസൈസ് ചെയ്യുക. നമ്മൾ ഹൈ പ്രോബിലിറ്റി ഏരിയ അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ഏരിയാസ് മാത്രം നോക്കരുത്, അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഹൈ പ്രയോറിറ്റി ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം കവറേജ് ആയിട്ട് നമുക്ക് ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ഏരിയാസ് ഒക്കെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നോക്കി അതിന് ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കാം. പിന്നെ ലോ പ്രോബിലിറ്റി ഏരിയാസ് അല്ലെങ്കിൽ കറന്റ് ട്രെൻഡ്സ് ഒക്കെ പോലുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെമിനിസം, പോസിറ്റീവ് സൈക്കോളജി ഒക്കെ റെക്കറന്റ്ലി ചോദിച്ചതാണ്, റീസെന്റ് ടൈംസിൽ ഒരുപാട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ലോ പ്രോബിലിറ്റി ആണെങ്കിലും ആ സ്ഥലങ്ങളിലും ചോദ്യങ്ങൾ വരാം. പിന്നെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 മണിക്കൂറാണ് നമുക്ക് എക്സാം, 50 മാർക്കിനാണ്. അപ്പോൾ അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് ആണ്. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സെക്ഷൻ നമ്മൾ 2 സെക്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സെക്ഷനിലും നമ്മൾ 2 മിനിമം എഴുതണം. 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടലി അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്രോക്സിമേറ്റ്ലി 300 വേർഡ്സ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും 10 മാർക്ക് വീതമാണ്, ഈക്വൽ മാർക്സ് ആണ്. സെക്ഷൻ 1 ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, ഓരോന്നിനും 10 മാർക്ക് വീതമാണ്. സോ ദാറ്റ് നമ്മളിപ്പോ ഒരു ജസ്റ്റ് സൈക്കോളജി അല്ലെങ്കിൽ നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിസിസ് ആസ് സ്കൂൾ ഓഫ് തോട്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഓരോ ടോപ്പിക്സുകളും ഇതൊക്കെയാണ്. കീ പ്രിൻസിപ്പിൾസ്, ക്രിറ്റിസിസം, അതുപോലെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 5 മാർക്കിന് എഴുതേണ്ട കാര്യങ്ങളും 10 മാർക്കിന് എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 10 മാർക്കിനൊക്കെ എഴുതുന്ന സമയത്ത് കൂടുതൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ബട്ട് 300 വേർഡ്സ് ലിമിറ്റ് എന്നുള്ള കാര്യം മൈൻഡിൽ വെക്കുക. ഇനി സെക്ഷൻ 2 ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഒരു നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 1 പോലെ തന്നെ സെക്ഷൻ 2 10 മാർക്ക് വീതമാണ് ഉള്ളത്. ഇവിടെയും നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആ ഒരു ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻസേഴ്സ് അല്ല, അതിന്റെ ഹിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, കറന്റ് ട്രെൻഡ് എന്താണ് എന്നൊക്കെയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്, നന്നായിട്ട് എക്സാം എഴുതാം. ഓക്കെ, ബൈ. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.